ഹായ് നമസ്കാരം. നമ്മുടെ കേരളം അല്ലെങ്കിൽ ഇന്ത്യ അല്ലെങ്കിൽ ഇപ്പോൾ ഈ പറഞ്ഞ എല്ലാ രാജ്യങ്ങളിലും ഇപ്പോൾ എന്താ പറയുക മതപരമായിട്ടുള്ള പ്രശ്നങ്ങൾ നടക്കുന്നുണ്ട്. യുദ്ധം എന്ന പേരിൽ ഓരോ കോപ്രായങ്ങൾ നടക്കുന്നുണ്ട്. പിന്നെ ചികിത്സാ രീതിയുള്ള പിഴവ്, അങ്ങനെ നമുക്ക് പറഞ്ഞാൽ തീരാത്ത ഒരുപാട് പ്രശ്നങ്ങൾ നടക്കുന്നുണ്ട്. ഈ പ്രശ്നങ്ങളൊക്കെ എന്തിനാണ് നടക്കണേ അല്ലെങ്കിൽ എന്തുകൊണ്ട് നടക്കണമെന്ന് ആരും ചിന്തിക്കാനോ അതിനെപ്പറ്റി അന്വേഷിക്കാനോ നടക്കുന്നില്ല. അതായത് നമുക്കിപ്പോൾ രാവിലെ നേരം വെളുക്കുമ്പോൾ സൂര്യൻ ഉദിക്കുന്നുണ്ട്, വൈകിട്ട് സൂര്യൻ അസ്തമിക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഭൂമി കറങ്ങുന്നത് എങ്ങനെ ആയിക്കോട്ടെ, നമ്മൾ പഠിച്ച എങ്ങനെ ആയിക്കോട്ടെ, അതവിടെ ഇരിക്കട്ടെ. അപ്പോൾ അങ്ങനെ വയ്ക്കുമ്പോൾ രാവിലെ സൂര്യൻ ഉദിച്ച് വരുമ്പോഴുള്ള സൂര്യരശ്മികൾ കറക്റ്റായിട്ട് ഭൂമിയിൽ പതിക്കുന്നില്ല. അത് നമ്മുടെ ഔട്ടർ സർഫസിൽ വെച്ച് ആ സാധനം എന്താ പറയുക, എന്തോ ഒരു ഗ്ലാസ് പോലെ എന്തോ ഒരു പ്രൊജക്റ്റിൽ തട്ടിയിട്ട് റിഫ്ലക്റ്റ് ആയി പോകുന്നുണ്ട്. അതുപോലെ വൈകിട്ടും അങ്ങനെ തന്നെയാണ്. തന്നെയല്ല രാത്രി ആകുമ്പോൾ നമ്മൾ ആകാശത്തേക്ക് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമ്മുടെ സ്ഥിരം കാണുന്ന 3 നക്ഷത്രങ്ങളല്ലാതെ പുതിയതായിട്ട് ത്രികോണാകൃതിയിൽ 3 നക്ഷത്രങ്ങൾ വന്നിട്ടുണ്ട്. അത് നക്ഷത്രമല്ല, ഇത് ഒരു ഡോം സൃഷ്ടിച്ചിരിക്കുന്ന പോലെ എന്തോ ഒരു ഫീലാണ് എനിക്ക് ശരിക്കും ഫീൽ ചെയ്തത്. അപ്പോൾ നമ്മൾ എവിടെയാണ് ജീവിക്കുന്നത്, എന്താ നമുക്ക് ചുറ്റും സംഭവിക്കുന്നതെന്ന് വ്യക്തമായ ബോധം എല്ലാവർക്കും ഉണ്ടായിക്കഴിഞ്ഞാൽ വരാൻ പോകുന്ന വൻ ദുരന്തം തടയാൻ പറ്റും. നിങ്ങൾ പറഞ്ഞ പോലെ വേൾഡ് വാർ 3 അതിപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും മിസൈൽ വിട്ടോ ബോംബെറിഞ്ഞോ തകർത്തൊന്നുമല്ല. അതായത് എൻ്റയർ ഹ്യൂമാനിറ്റി ഇവർ കൺട്രോൾ ചെയ്യും. ആ കൺട്രോളിനുള്ള പണിയാണ് ഇവർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഞാൻ പറയുന്നതിൽ ഇപ്പോൾ പല അഭിപ്രായങ്ങളും പലരും പറയും, അതൊക്കെ ഓരോരുത്തർ ഇഷ്ടമാണ്. ചുമ്മാ ഒന്ന് ട്രൈ ചെയ്ത് നോക്ക്, പറയുന്നത് എന്തെങ്കിലും കാര്യമുണ്ടെങ്കിൽ നിങ്ങളൊന്ന് നോക്ക്. അത് ഫ്രീ ടൈം കിട്ടുമ്പോൾ ആകാശത്തേക്കൊക്കെ നോക്കിയാൽ മതി. അതിനിപ്പോൾ വലിയ പാടൊന്നുമില്ല, തല നോക്കി നോക്കിയാൽ പോരെ. ഞാനത് ശരിക്കും നന്നായിട്ട് വാച്ച് ചെയ്തിട്ട് തന്നെയാണ് പറഞ്ഞത്. തന്നെയല്ല, നമ്മുടെ മാർച്ച് 1 ആ ഡേറ്റിൽ ആ ഒരു സമയത്ത് ഒരു 2-2.5 ആഴ്ചയോളം നമ്മൾ എന്താ പറയുക, നമ്മൾ കിടക്കുന്ന കോണ്ടിനെൻറ്റ് അല്ലെങ്കിൽ ഈ ഏരിയയ്ക്ക് മേളിൽ കൂടെ ഒരു പ്ലെയിൻ ചുമ്മാ ഒരു കാര്യമില്ലാണ്ട് പറന്നുകൊണ്ടിരിക്കുകയാണ്. അത് അങ്ങോട്ടും ഇങ്ങോട്ടും എപ്പോഴും പോകുന്നത്. അത് പോകുമ്പോൾ ഈ പറഞ്ഞ പോലെ വളരെ എന്താ പറയുക, ഒരു മഴത്തുള്ളിയുടെ വലിപ്പം പോലെ വളരെ നാനോ ആയിട്ട് ഡ്രോപ്പായിട്ട് രാവിലെയും പകലും രാത്രിയും ഫുൾ ടൈം അത് വീണുകൊണ്ടിരിക്കാറുണ്ട്. അത് നമുക്കൊരിക്കലും മനസ്സിലാക്കാൻ പറ്റില്ല. എന്തൊക്കെയോ സ്പ്രേ ചെയ്തിട്ടുണ്ട്, ചുരുക്കി പറഞ്ഞ്. സൂക്ഷിച്ചാൽ ദുഃഖിക്കണ്ട. മുമ്പോട്ട് പോകുന്നത് നല്ലതിനല്ല എന്തായാലും. എല്ലാവരും ഇപ്പോൾ ഇന്ത്യയിൽ കിടന്നും അവിടെ കൊച്ചിനെ കൊന്നു, ഇവിടെ കൊച്ചിനെ കൊന്നു, പിള്ളേരെ കൊന്നു, അങ്ങനെ കൊന്നു, ഇങ്ങനെ ഒന്നും പറയൊക്കെ എല്ലാവരും വാ വിട്ടുന്ന കഴിക്കുന്നുണ്ട്. ഒരു ഈ കൊച്ചിനെ കൊല്ലുന്ന എന്തിനാണെന്നും എന്താ കാര്യം എന്നൊക്കെ നിങ്ങൾക്ക് വ്യക്തമായിട്ട് അറിയാമായിരിക്കും. അല്ലെങ്കിൽ അറിയേണ്ട സമയമായിട്ടുണ്ട്. ചിന്തിക്കുക. നമ്മൾ ചെറുപ്പകാലം മുതൽ നമ്മൾ സ്കൂളിൽ പഠിച്ചത് കൊണ്ട് തെറ്റാണ്, പഠിപ്പിച്ചത് തെറ്റാണ്. പണ്ട് നമ്മൾ പഠിച്ചിട്ടുണ്ട്, ഈ ബ്രിട്ടീഷുകാർ നമ്മുടെ നാട്ടിൽ വന്ന് പലതും മോഷ്ടിച്ചുകൊണ്ട് പോയി തട്ടിക്കൊണ്ട് പോയി എന്നൊക്കെ പറയുന്നുണ്ട്. നമ്മുടെ പുരാതന ആൾക്കാർ എഴുതി വെച്ചിരുന്ന കാര്യങ്ങളൊക്കെ. അപ്പോൾ അതൊക്കെ അവർ നന്നായിട്ട് ഉപയോഗിക്കുന്നുണ്ട്. അതിപ്പോൾ അവരെ ഓരോ സിനിമ എടുത്ത് നോക്കിയാൽ അറിയാൻ പറ്റും. എന്തായാലും നോക്ക്. ഇപ്പോൾ ഞാൻ പറയുന്നത് തെറ്റാണെന്ന് നിങ്ങൾ പ്രൂവ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ പ്രൂവ് ചെയ്യും. നമുക്കൊരു സംവാദം വയ്ക്കാം. എൻ്റയർ വേൾഡിനോട് തന്നെ ഒരു സംവാദം ആയിക്കോട്ടെ.